ഞാൻ പ്രകീർത്തിക്കും നാളിൽ കർത്താവിനെ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരെ ത്വരം പാകേ ആകാശവുമെതിരാകുന്നു ആകാശവുമേ കൂടുതലാവും താവകമല്ലോ കർത്താവെ ജീവിക്കുന്നവനപ്പേ നീ നൽകണമേ മൃതനായ അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവെ നിൻചൊഴുതവും ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഭാവാപുത്രൻ രൂഹായേ മൃതനാമത്തിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ചെയ്യുമാറാകട്ടെ മഹനീയമായ തീർത്ഥത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെ മന്ത്രത്തിലെ നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിന് ആകാശത്തിലും ഭൂമിയിലും സുഖിരനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വചനോട് നരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ ചിന്തലമെങ്ങും പൊങ്ങി മുഴ
രവികലമോദം നുകരും നുകരാൻ നുകരെ മഹിമാവൊഴുക്കും മാവറിങ്കൽ ചേർക്കണമീശോ അകാലത്തിൽ നീ വിളിക്കുന്നു മത്സ്യർപ്പിക്കുന്ന എന്റെ തിരുനാമത്തിൽ സ്തുതി. കർത്താവേ അകാലത്തിൽ ഞാൻ വിളിക്കുന്നു കർത്താവേ ശബ്ദം കേൾക്കണമേ. കർത്താവേ ഇതൊന്ന് പാവമോചൻ നിലഭക്തനാകുന്നല്ലോ. എന്റെ പ്രതീക്ഷയുടെ വാഗ്ദാനത്തിലാകുന്നു. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിക്കുന്നവരും മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വർഗത്തിന്റെ നാഥനും ദൈവമായ മിശിഹായെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഖലകൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കന്മാരെ ബഹുമാനപ്പെട്ട വികാരിച്ച് വരാനായിട്ട് അല്പതാമസമുണ്ട്. ആ സമയം ഞാൻ നഷ്ടപ്പെടുത്താതെ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും നെടുമ്പ്രഞ്ചാൽ ഇടവകയിലെ അയൽക്കാർക്കും തലമുറക്കുന്ന ഇടവ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ ഞങ്ങളുടെ അനുശോചനവും ദുഃഖവും അറിയിക്കുകയാണ്. ഈ അമ്മയുടെ വേർപാട് എല്ലാവർക്കും വളരെയേറെ വേദനയുണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഈ അമ്മയ്ക്ക് നിത്യശാന്തിയും സ്വർഗഭാഗ്യവും ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഇത് നമ്മളിൽ ബലപ്പെടുത്തുന്നു. നമുക്ക് ഈ അമ്മ വഴിയായിട്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും ഈ അമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ത്യദിനത്തിലെ കർത്താവിന്റെ വലതുഭാഗത്ത് ഈ പ്രിയപ്പെട്ടവർക്ക് സ്ഥാനം കിട്ടുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകളും എല്ലാം ഈ കുടുംബാംഗങ്ങളോട് ചേർത്ത് സമർപ്പിക്കാം. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും ദുഃഖത്തില്, അവരുടെ വേദനയില്, അവരുടെ പ്രയാസങ്ങളില് അവരോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പ് തരുന്നു. നിങ്ങൾക്ക് അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ ഉണ്ടാകും. ഈ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗം ചെയ്ത അമ്മയാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത അമ്മയാണ്. ഈ അമ്മയുടെ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടാണ്. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ദൈവം നമ്മോടുകൂടെയായ ഇമ്മാനുവലായ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ അമ്മയെ നമുക്ക് സമർപ്പിക്കാം. ഈ ദൈവം ഈ അമ്മയോട് കൂടെ ആയിരിക്കുവാൻ, അമ്മയ്ക്കൊന്നും തുണയായിരിക്കുവാൻ, ഈ അമ്മയുടെ എല്ലാ പാപങ്ങളും കഴിക്കുന്നതിന് ഈശോയോട് ചേർത്ത് നിർത്തുവാൻ, ചേർത്ത് പിടിക്കുവാൻ വേണ്ടതായ അനുഗ്രഹം ഈ അമ്മയ്ക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ വികാരങ്ങളോടെയും ചേർത്തുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ അമ്മയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ബന്ധുക്കളെയും പ്രിയപ്പെട്ട മക്കളെയും ഒരിക്കൽ കൂടി ഓർത്ത് അനുശോചനവും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പരിഗണനയും ഇവരെ അറിയിക്കുന്നു. എല്ലാ ദൈവം നിങ്ങളെ പ്രമുഖമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിങ്ങൾക്കായിട്ട് ഈ അമ്മ മാധ്യസ്ഥമായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇന്നു മുതൽ സ്വർഗത്തിൽ ഒരു മധ്യസ്ഥ ഉണ്ട് എന്ന് വിശ്വസിക്കുക. ആ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് വേണ്ടി എന്നും സ്വർഗത്തിൽ ഉണ്ടാകും.
ദൈവം നിങ്ങളോടുകൂടെ വസിക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും ഭാവിയിലും മുന്നോട്ട് അനുഭവവേദ്യമാകുന്നതിന് ഈ അമ്മയുടെ സ്വർഗത്തിലെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹീതമാകും എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ പാപമോചനത്തിനായിരിക്കുന്നതിനെ ആശ്രയിക്കണമേ. ഈ ജലസാന്നിധ്യം നിങ്ങളെ സ്തുതിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സൗന്ദര്യങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും നാഥനായിരുന്നു അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിലെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശം എപ്പോഴും ഞങ്ങളുടെ പിതാവേ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ ഭൂമിയുടെ രാജാവ് ജീവിതമാനത്തിലെയും നാഥനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മനുഷ്യജീവിതം ഉൾക്കൊടുക്കുന്നതിലുമാകുന്നു മറ്റൊരു ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം ഉൾക്കൊടുക്കുന്നതിലുമാകുന്നു മനുഷ്യജീവിതം ഉൾക്കൊടുക്കുന്നതിലുമാകുന്നു മറ്റൊരു ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് അവിടത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം കഴിഞ്ഞവയിരിക്കുന്നതിനുമായ കർത്താവെ നിന്നെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാം നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മറ്റൊരു ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു എന്റെ ജീവിതം സാരമാകുന്നു. മനുഷ്യനും നിക്ഷേപം കൂട്ടുന്നു അതാർക്കും വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മറ്റൊരു ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. നിങ്ങൾ ആരാധിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നീ ആകാശത്തിലെ ഭൂമിയിലെ രാജാവും ജീവിതയും മരണത്തിലെ നാഥന്മാരും പിതാവും പരിശുദ്ധാത്മാവുമായി ആത്മാവിനെ സന്തോഷിപ്പിക്കണം. അഴകും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരനിന്നരുടേണം. ആശ്രയമടിലമണയ്ക്കുന്നു മറ്റൊരു ശരണം നീയല്ലോ.
വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസമാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യൻ ഞാൻ അന്തിമ ദിവസം ഉയർത്തേയും. വാക്യങ്ങൾ ശാന്തി നിരക്കു പകർന്നേരം മധ്യത പുണരുന്നു ക്ഷയമുള്ളോ രക്ഷനാകും മധ്യദേവം സർവേശൻ വിതരാം നൂതനമാക്കുന്നു. അഖിലേശൻ ഋഷികാരാജനും നൽകും പരിശുദ്ധന്മാരണിയായി എതിരേൽപ്പിന്നേരം ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിരുമല്ല. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുവിടം ചെങ്കണമെന്നെയും അഖിലേശ മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ലവരൊത്തു വലംഭാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിശ്വപൗരോസികാരിയെ സഭയ്ക്ക് ലേഖനം. എന്റെ സഹോദരനെ മറ്റുള്ളവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മറ്റുള്ളവരെയും അവരോടും ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മറ്റുള്ളവർക്കും കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇസ്രായേൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എഴുന്നേൽപ്പിനായി അവരോട് വേഗം എടുക്കപ്പെടും. നാം എന്നും കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശിച്ചിരിക്കുമെന്നും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവന്റെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ തിരിച്ചും ജയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അതുകൊണ്ട് എതിർന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് എന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവൻ കൊടുത്തിരിക്കുന്നു. നിങ്ങളെ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ സഭയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തനുമായി നമുക്കെല്ലാവർക്കും അന്താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ദിശിക്കായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുകൊടുക്കുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുകകൾ സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തത്തിന്റെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങൾ കടങ്ങൾ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിൽ പ്രവേശിക്കാനോ പ്രദാനം ചെയ്ത ദിശയായി ഈ ദിവസത്തിന്റെ മൊത്തത്തിൽ പ്രകാരം ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇതിനെ ആശിപ്പിക്കാൻ വേണ്ടി ദാസന്റെ ഭരണത്തിൽ സ്വയം കണ്ടുവരുത്തി ജീവിക്കുകയായി കഴിയുന്നവരെ കണ്ടേ തുറക്കുകയും അവരെ ആശിപ്പിക്കുകയും ചെയ്യണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനാവിധിയും പാപങ്ങൾ കൊടുക്കുന്നവരുമായ മിശിഹായി നിന്റെ ദാസിയുടെ പാപങ്ങൾ കൊടുക്കുകയും ജാതിയെയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും വിശ്വസിക്കുന്നു. അവിടുത്തെ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പുണ്യാത്മാരുടെയും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, എന്റെ കരുണകളെ അനുഗ്രഹിക്കുകയും എന്റെ ദയാധികങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ചരിത്രത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ. പുത്രനാവുന്നു ഞങ്ങളുടെ ജീവിത കാരണം ആത്മാവിന്റെ നീയാകുന്നു. മനസ്സിന്റെ ആത്മ പിതാവും പുത്രനും പരിഷ്കാരണവുമായ സർവേശ്വര. അന്നൊരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സഹോദരനെയും ചിന്തിച്ചറിഞ്ഞിൽ നെടുവേർപ്പെടുത്തു കരഞ്ഞിരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമയരും ഞാനാകുന്നു കരുണയുടെ ദേവം കരുണയോടധികമാർന്നഹിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കുമാറാകട്ടെ. ചിന്തിക്കുവാൻ താല്പര്യമുള്ള പോകാൻ വേണ്ടി എല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. കൂടുതൽ ഉച്ചപുറത്തിന് വാഹനം ഉണ്ടാക്കുന്നുണ്ടാവുന്നവർക്ക് അവയെല്ലാം കടന്നു പോകുമ്പോൾ ശാശ്വതഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര.
വിളിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം വിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥിപ്പതിനായി ദൈവിക പ്രിയ ജനമേ അനുദിനമനുവോ ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്ഫലമാകും. പോകുന്നു ഞാൻ ലഭ്യതോ ഉന്നതമാശ്രയം അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതങ്ങൾ. ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്റെ ഭീതി ഉണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും പുരുഷനെ വിരവോ ആശ്ലേഷിച്ചു. ശാന്തിയിൽ മകളെ പാപത്തിൽ ഞാൻ പാപിയോടായി കൽപ്പിച്ചതുപോലെന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. ദൂതർ വിളിക്കും കാഹളനാദം വിധി നാടുയരും മോഹനഗാനം അത് കേട്ടുണരും മൃഗരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോടും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും ശബ്ദമയത്തിയപ്പോൾ ഭൂമിയുടെ
വിശ്വാസത്തോടുകൂടി ലോകം പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യത്തെ ദൈവത്തെ പ്രസാദം ചെയ്യുകയാണ്. ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശികാവിലൂടെയായി തന്റെ വലതുഭാഗത്ത് നിർത്തുവാനാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ നാളെ ചേർക്കുകയുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂതാശകളാൽ എൻ്റെ ആത്മാവിനെ കൃപാപരം ചൊല്ലുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോകണമെന്ന് നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദരപൂർവം ആഹളമോദാൻ അണിനിരക്കുന്നു. പരിശുദ്ധന്മാർ മനുഷ്യൻ ഈ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നെ വിളിച്ചത് സകലത്തിലെ നാഥനാജയവും നിന്നെ ഉയർത്തുന്ന മഹത്വത്തോടെ അവസാന ദിവസം തൻ്റെ വലുഭാഗത്തെ നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവദേവാനത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ
നല്ലവരുത്തു വലമ്പാകി. കർത്താവിനെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമേരും നൽകുന്നു. ആകാശഭൂമിന്റെതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃദനായുസ്സും. മൃഗാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരം നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാം എൻ പാവങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ബാബാപുത്രൻ റൂഹായെ മൃദാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. സർവാധിപനാം കർത്താവേ നിന്റെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് അവളെ വിശദീകരിച്ച് കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ. മലാഖമാരുടെ സകലത്തിൽ നിന്നെ സ്തുതിക്കുന്നവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുതിയോടെ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്യതയോടെ. നിർമ്മല ചരിതകളാ സാരായേശ്വ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാം കനിവാർന്നരുളത്തെ കർത്താവഹിലേശം. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്യതയോടെ. ഹൃദയോത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധ്യതയോടെ. കാട്ടറിവ് തേടി നടക്കുന്ന വാൻപേടിയെ പോലെ കർത്താവെ എന്ന് ഞാൻ തേടി വിളിക്കുന്നു. പരിശോധന ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
സജീവം ജീവിതായമായ ശബ്ദങ്ങൾ ആശ്രയിപ്പിച്ച് കർത്താവേ ആത്മമാന്യമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്തെയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുനിന്നും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാന പ്രദേശ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ന്റെയും നാഥനും ദൈവവും തന്റെ നീതിവന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിയുമായ നേതൃത്വത്തിൽ ജീവിതം സ്വർഗരാജ്യമാകുന്ന ഓർസത്തിലേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മളും വേർപെട്ട് പോയ മിശിഹായുടെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും അവിടുത്തെ കാരണ നിത്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവ്വസ്നായിയുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരുന്നേ. അങ്ങയുടെ നന്മ നിറഞ്ഞവരെ സ്വസ്തി കർത്താവിനൂടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതിനെ പോലെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. മറ്റു വിശ്വാസികളുടെ ആത്മാക്കൾക്കും മനോടത്താൽ മോശത്തിൽ ചേരുന്നിടയാട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. മറ്റു വിശ്വാസികളുടെ ആത്മാക്കളും മനോണത്താൽ മോശത്തിൽ ചേരുന്നിടയാട്ടെ.
അത് എത്രയും വേണ്ട കത്തിക്കോ 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 വേണമെങ്കിൽ അങ്ങോട്ട് ആ കയറ് ഇത് പിടിച്ചിട്ട് പേപ്പറെ പിടിച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട് ഇത് ഇവിടെ ഇച്ചിരി മാറ്റിയാൽ മതി നിങ്ങൾ ലേശം മാറ്റിയാൽ മതി ദേശം നിങ്ങൾ വലിച്ചിപ്പിച്ച് ചുറ്റി